ഉത്സവത്തിൽ ഒന്നാം സമ്മാനം മിമിക്രിയിൽ നേടിയ താരം നമ്മൾ ഈ സ്റ്റേജിൽ വെച്ച് ആദരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തമാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. നമ്മുടെ ആദർശ്. ആദർശ്, വെൽക്കം വൺസ് അഗൈൻ. നമുക്ക് സന്തോഷം തോന്നൽ എപ്പോഴും അറിയോ, അവന്റെ ലുക്ക് മാറിയില്ലേ? ഇവന്റെ ലുക്ക് മാറി, ഒരു സെറ്റപ്പ് മാറി. നമുക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളത്. കണ്ടാ ഇന്നെന്താണ് പരിപാടി? ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഞാൻ പറയുന്നത് ലൈവ് വോക്കൽ കരോക്കെ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഇതെല്ലാം എൻ്റെ കണ്ടനാളങ്ങളിൽ കൊണ്ട് വരുന്ന ശബ്ദങ്ങളാണ്. പക്ഷേ ഇന്നൊരു അതിഥി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിഷനാണ്. അതിനകത്ത് എൻ്റെ വോക്കൽ കൊണ്ട് തന്നെ ഒരു കരോക്കെ ഉണ്ടാക്കാൻ പറ്റും ലൈവായിട്ട്. മെഷീൻ എവിടെ? മെഷീൻ ഉണ്ട്. മെഷീൻ കൊണ്ടുവന്നേ. ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ്. ഇത് ലൂപ്പ് സ്റ്റേഷൻ ആണ്. നമ്മുടെ DJ മിക്സേഴ്സ് ഒക്കെ യൂസ് ചെയ്യണത് പോലെ. അതെ, അത് നമ്മുടെ വോക്കല്, നമ്മുടെ ശബ്ദം ഉണ്ടെങ്കിൽ അത് വർക്ക് ആവത്തുള്ളൂ. എക്സാക്ട്ലി. ഞാനത് ഹലോ എന്ന് പറയാം. ഈ മൈക്കിൽ കൂടെ എന്ത് പറഞ്ഞാലും അത് റെക്കോർഡ് ചെയ്ത് അതിങ്ങനെ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും. ചേട്ടൻ ലൂപ്പായിട്ട് കേട്ടോണ്ടിരിക്കും. ഹലോ 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 ചെക്ക് 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 ചെക്ക്. അത് കണക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ വോയിസും. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരെണ്ണം കാണിച്ചു തരാം. എങ്ങനെയാണത്? ടെക്നോളജിയുടെ ഭാഗത്തേക്ക് മിമിക്രി കടന്നിരിക്കുകയാണ്. ടെക്നോളജി വെച്ചിട്ട് ആ മിമിക്രിയും കൂടി ഉണ്ടെങ്കിൽ ഈ സാധനം വർക്കൗട്ട് ആവുള്ളൂ. അല്ല, ഇതിപ്പോ നമ്മൾ ലൈവായിട്ട് കരോക്കെ ഉണ്ടാക്കുന്ന രീതി കണ്ടു അല്ലേ? ഞാൻ ചോദിക്കണത്, നമുക്കൊരു പാട്ടുകാരിയെ തന്നാൽ അവർക്ക് വേണ്ടി ഒരു കരോക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? പിന്നെന്താ? ഷുവർ. നമ്മുടെ സീ തമിഴിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൊച്ചുകുട്ടി സിംഗർ ഉണ്ട്, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയെ വിളിച്ചാലോ? എല്ലാവരും പ്ലീസ് വെൽക്കം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, നിങ്ങൾ വാ. ചേട്ടന് വേണ്ടിയിട്ട് ചേട്ടനായിരിക്കും കരോക്കെ ഉണ്ടാക്കി തരിക കേട്ടോ. ചേട്ടനല്ല, അവനെ അങ്കിൾ എന്ന് വിളിച്ചു. അപ്പോ ഏത് പാട്ടാ? ഫസ്റ്റ് ഊർവശി പോവാം. ഊർവശിയിൽ പോവാം. റഹ്മാൻ എളുപ്പമുള്ള പാട്ടല്ലേ? അപ്പൊ ചെയ്യാം. അല്ല, സാധാരണ പാചകരംഗത്തിലേക്കാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുക, മറ്റെടുക്കുക, ഇതെടുക്കുക, ഓരോരോ പീസ് ഇട്ടിട്ട്. ഒന്നാമത്തെ ശബ്ദം ഇതാണ്. ഫസ്റ്റ് സൗണ്ട്. മൂന്ന്. പാട്ട് പാടാൻ പോയാണ്. ഉസ് പോലെ ഉടമ്പ് രണ്ട് തേവയില്ല ഫാമസി. ഉസ് പോലെ ഉടമ്പ് രണ്ട് തേവയില്ല ഫാമസി. വാനവിൽ വെല്ലവേ ടേക്കിഡിസി പോളിസി. വാനവിൽ வாழ்கையில் வாலிபம் ஒரு ஃபேண்டசி. ஊப்பசி ஊப்பசி டேக்கிடிசி ஊப்பசி. உசு போல உடம்பு ரெண்ட தேவையில்ல பாபசி. നിങ്ങൾ 3
രണ്ടുപേരും എന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ സ്റ്റോൾ വേർഡ്സ് ആണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ എല്ലാവരും എത്രയോ സ്റ്റേജ് കണ്ടാണ്. പഴയ മിമിക്സ് ഗാനമേളയിൽ മൃദംഗവും തബലയൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. എന്താണ് ഇത് സ്ഥിതി? ഇത് അടുത്ത സ്റ്റേജ് ആണ് മിമിക്രിയുടെ. മിമിക്രി ഹൈടെക് ആയി അല്ലേ? മിമിക്രി ഹൈടെക് ആയി. ഹൈടെക് ആയെന്ന് മാത്രമല്ല, ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു കരോക്കെ ലൈവ് ആയി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അല്ല, ഇവിടെ നിന്ന് ഒരു ശബ്ദം വന്നല്ല, ഹോൾ ഉണ്ട് ഇവിടെ. എന്താണ് എങ്ങനെയാണ്? എനിക്ക് പ്ലീസ് ബി സീറ്റഡ് ഗൈസ്, പ്ലീസ് ബി സീറ്റഡ്. ഞാൻ ഒരു പാട്ടും കൂടി തരാം. ഇഷ്ടപ്പെട്ടതിനെ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കണം. ഓക്കെ, ഒരു പാട്ടും കൂടി. ഓക്കെ, ഏതാ? ആദർശ് കാതൽ റോജ എന്നുള്ള സിനിമ. ഓക്കെ, ശരി. ശ്രീലക്ഷ്മി എല്ലാവരും ആദർശ്, ഞാൻ തിരിച്ചു വരാമേ ഒരു സെക്കൻഡ്. ശ്രീലക്ഷ്മി മോളെ വാ. എന്ത് ഗംഭീരമായിട്ടല്ലേ പാടണ മോള്. എല്ലാവരും മോൾക്ക് വേണ്ടി വരും. താങ്ക് യു ശ്രീലക്ഷ്മി, താങ്ക് യു കേട്ടോ. ഇനി നമ്മുടെ മറ്റേ താരത്തിനെ വിളിക്കട്ടെ. ഇവൻ എന്ത് ചെയ്യും? അല്ല, ഇത്രയും പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നത് കുലുക്കി സർബത്തുകാരാ. കാരണം ഈ മ്യൂസിക് ഇത്ര ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അത്ഭുതം തന്നെ, ഒരു മാജിക് ആണ് ആദർശ് ഞങ്ങളുടെ മുമ്പിൽ പ്രശ്നം. അതുപോലെ നമ്മൾ കേട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനുണ്ടാക്കിയ സൗണ്ടായിട്ട് തോന്നുന്നില്ല. എവിടെയോ ഒരു 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 ഡി ജെ പ്ലെയറോ അല്ലെങ്കിൽ ഒരു ഡ്രം എവിടെയോ വായിച്ചതിന്റെ തന്നെ സാമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. അല്ല, ഇവിടുത്തെ 3 ഓർക്കസ്ട്രക്കാർക്ക് പണിയില്ലാണ്ടാക്കിയത്. അവര് പോയി വീട് വിട്ട് പോയി. അവര് ഇനിയില്ല. അവര് പറഞ്ഞു ഈ കളിക്ക് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഇതിനെ ആരാ പഠിപ്പിച്ചേ? യൂട്യൂബ് തന്നെ. യൂട്യൂബിലെ വീഡിയോസ് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ സ്വയമായിട്ട് ആ ശൈലിയിൽ കൊണ്ടുവന്നപ്പോൾ. പക്ഷെ ഈ മെഷീൻ വാങ്ങിച്ചല്ലേ? ഇത് എൻ്റെ ഒരു മാമൻ, രാജു മാമൻ എന്ന് പറയുന്ന ഒരു മാമൻ എൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അവിടെ നിന്ന് ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ഒരു ഉപദേശം എപ്പോഴും കൊടുക്കേണ്ടതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നീ എവിടെയും ചെന്നാലേ നീ മ്യൂസിക് മാത്രം പ്ലേ ചെയ്താൽ അധികം സംസാരിക്കണ്ട. അല്ല, മിഥുനൊക്കെ ദുബായിൽ നിന്ന് വരുമ്പോ ഡ്യൂട്ടി ഫ്രീ വേറെ കുറെ സംഭവങ്ങളാണ് കൊണ്ടുവരാറ്. അല്ല, 3-4 ഞാൻ കണ്ടിരുന്നു. 2 വെച്ചല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടോ, ഒരെണ്ണം കൊണ്ടുവന്നു, പക്ഷെ ഗുണമുണ്ട്. എനിക്കൊന്നും ചോദിക്കാനല്ല, അത് ആ മെഷീൻ കൊടുക്കുന്നെങ്കിൽ എന്നോട്. മെഷീൻ ഉണ്ടായിട്ട് കാര്യമില്ല, തൊണ്ടയിലല്ലോ. തൊണ്ടലല്ല, മണ്ടലുണ്ടാകണം, അതിന്റെ തെളിവാണ്. അതിലുപരി ഞാൻ പറയാം, കാര്യം സ്വന്തം കണ്ടനാവുകൾ കൊണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് അനുകരിച്ച് ഒരു സോങ് കമ്പോസ് ചെയ്യാൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കും ഇന്ത്യയിലെ ഒരു മികച്ച മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കും ആദർശ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മിമിക്രിയിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു കലാലോകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആദർശങ്ങൾ നമുക്ക് വേണം, ഒരു ഐഡിയാസ് വേണം, ഓരോ പുതിയ ഐഡിയാസ് വേണം. അങ്ങനെ ഒരു പുതിയ ഐഡിയ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചതിൽ
100% എല്ലാവരും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ആദർശിനെ അംഗീകരിക്കും. അതിനകത്ത് യാതൊരു സംശയവും. അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സാധനം നമ്മ ഇതിനു വേണ്ടി മാത്രം കണ്ടുപിടിച്ചാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എല്ലാവരും ഗിത്താറിന് യൂസ് ചെയ്യുന്ന സാധനം, പക്ഷെ അവിടുത്തെ മാറ്റി ഇത് ബീറ്റ് ബോക്സിന് വോയിസ് ലൂപ്പിംഗ് ആണ്. വോയിസ് ലൂപ്പിംഗ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അത് വെച്ചിട്ട് എല്ലാ വോയിസസും മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്. ചില DJs ഇത് ഉപയോഗിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ക്രീമുകൾ ഇതൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. രാജുമാമന്റെ നമ്പർ തരാമോ? നന്നായിരുന്നു. അപ്പോ കോമഡി ഉത്സവത്തിന്റെ DJ ആയിട്ട്, ആസ്ഥാന DJ ആയിട്ട് അവനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പാർട്ടി നടക്കുമ്പോൾ നീ വന്ന് പ്ലേ ചെയ്യും. നമ്മൾ വേറെ ഇൻസ്ട്രുമെന്റ് ഒന്നും എടുക്കൂല കേട്ടോ. അപ്പൊ കോമഡി ഉത്സവത്തിന്റെ റാപ്പാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കോമഡി ഉത്സവം, നമ്മുടെ നാട്ടിലെ ഉത്സവം, ചിരിയുടെ ഉത്സവം, പൊടിയുടെ ഉത്സവം. ഇവിടെ ആങ്കർമായ മീതുൻ ചേട്ടനുണ്ടല്ലോ, ഉത്സവം നടത്തിപ്പുകാരൻ ചീനി ചേട്ടനുണ്ടല്ലോ, ഞങ്ങളും ഉണ്ടല്ലോ, നിങ്ങളും ഉണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ച 8:30-ക്കുണ്ടല്ലോ. ഇവന് എന്ത് കൊടുക്കാൻ പറ്റും? തിരിച്ചടാ, എന്ത് ചെയ്യും ഇവന്? ഹൃദയം പറിച്ചങ്ങ് കൊടുക്കണ്ട. എല്ലാവരും കമോൺ, ഷോ എല്ലാം